ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതല്ലേ, ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ സ്ഥിരം സ്ഥലമായ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ അങ്ങാടിപ്പുറത്തുനിന്ന് തന്നെ യാത്ര തുടങ്ങണം. പലവരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം അങ്ങാടിപ്പുറം കാണിക്കുന്നു, ബോറടിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് അങ്ങാടിപ്പുറത്തു നിന്നായിപ്പോയി. അങ്ങാടിപ്പുറത്തെ ഇലക്ട്രിഫിക്കേഷൻ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇവിടെ കഴിഞ്ഞൊരു ഒരാഴ്ച മുമ്പ് PCEയുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അപ്രൂവലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ട്രെയിനിൽ എപ്പോഴും ഡീസൽ ട്രാക്ഷൻ തന്നെ, ഇലക്ട്രിക് ട്രാക്ഷൻ ആയിട്ടില്ല. കാര്യം സബ്സ്റ്റേഷൻ്റെ പണി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ യാത്ര ഇവിടുന്ന് ചെന്നൈയിലേക്കാണ്. അപ്പോൾ അങ്ങാടിപ്പുറത്തൊന്നും ചെന്നൈയിലേക്ക് ട്രെയിനില്ല. അപ്പോൾ ഇവിടുന്ന് ഷൊർണൂർ പോയിട്ട് നമ്മുടെ ഒരു പഴയ സ്ഥിരം വണ്ടിയായിരുന്നു 12686 ഇന്നത്തെ യാത്ര. 12686 ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് കാലമായി നമ്മളതിൽ യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിയ പോലെ ആയതുകൊണ്ട് വീണ്ടും 12686 തന്നെ ടിക്കറ്റ് എടുത്തു. നമുക്കപ്പോൾ ആദ്യം ഇവിടെ പോയിട്ട് ഇവിടുന്ന് ഷൊർണൂർ കൊണ്ട് ടിക്കറ്റ് എടുക്കാം. ഷൊർണൂർ അങ്ങോട്ടുള്ളത് റിസർവേഷൻ ഉണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 0647 നിലമ്പൂർ റോഡ് ഷൊർണൂർ സ്പെഷ്യൽ ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പം നമ്മുടെ വണ്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. നമുക്ക് എന്നാൽ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് പോകാം. കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2. നമ്മുടെ ട്രെയിനിൽ അങ്ങാടിപ്പുറം സ്റ്റേഷനിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. WDP4D തന്നെയാണ് ആസ് യൂഷ്വൽ. ഇനി ഈ ശ്രവണ സുഖവും കാഴ്ച സുഖവും എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. WDP4D 40569. ഗോൾഡൻ റോക്കിൻ്റെ ലോക്കോ ആയിരുന്നു. അപ്പോൾ വെറുതെ നമ്മുടെ അടുത്ത ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയതാണ്. സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് 12686 ആണ്. 12686 മാംഗ്ലൂർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. അതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ട്രെയിൻ ഇതുവരെ കോഴിക്കോട് പോലും എത്തിയിട്ടില്ല. ട്രെയിൻ 8:55 കോഴിക്കോട് എക്സ്പെക്ട് റെസ്റ്റിലായിട്ടേ ഉള്ളൂ. 1/2 മണിക്കൂറിന് മേലെ ലേറ്റാണ്. അപ്പോൾ നമ്മളിനി കുറച്ചധികം നേരം ഷൊർണൂർ പോസ്റ്റ് ആവും. നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടിയാണ് ഷൊർണൂരിൽ നിന്നുള്ള പാസഞ്ചർ. നമ്മൾ കുറച്ച് നേരം ഷൊർണൂർ ഔട്ടറിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സഡനായിട്ടൊരു ട്രെയിൻ, വേർ ഇസ് മൈ ട്രെയിൻ പറയുന്നത് നിസാമുദ്ദീൻ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ആണെന്നാണ്. അതിപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് കയറി പോവാം. എന്തിനാണോ നമ്മൾ അത്രയും നേരം പിടിച്ചിട്ടത്? നമ്മൾ പുറത്ത് കുറേ നേരം കാത്തിടന്നു. അവൻ വന്നപ്പോൾ നമ്മൾ വേണമെങ്കിൽ 2 ട്രെയിൻ അവസാനം ഒരുമിച്ച് വിട്ടു. അത് 6ലേക്കും കയറി, നമ്മൾ 4ലേക്കും കയറി. മേ ബി ഈ പ്ലാറ്റ്ഫോം വേറെ ഏതെങ്കിലും ട്രെയിൻ ഓക്യുപ്പൈ ചെയ്തായിരിക്കും. എന്തായാലും ഭാഗ്യമായി. നമുക്കിനി ഫുട് ഓവർ ബ്രിഡ്ജ് കയറണ്ട. നമ്മുടെ അടുത്ത വണ്ടി ഇതിലേതെങ്കിലും 4ലോ 5ലോ തന്നെ വരും.
അപ്പോൾ ഷൊർണൂരിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ എത്തി ഫൈനലി. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്, 22656. നമ്മുടെ വണ്ടിയെ പറ്റി ഇൻഫർമേഷൻ ഒന്നുമില്ല, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അനൗൺസ്മെൻറ്റും എല്ലാം വരുമായിരിക്കും. നമ്മുടെ വണ്ടി ഇനി അടുത്ത വണ്ടി 12686, സാധാരണ 4 അല്ലെങ്കിൽ 5 വരുന്നത്. ഇന്നും എങ്ങനെ തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. മംഗലാപുരം പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് will arrive shortly on platform number 5. ഇപ്പോൾ സമയം 10:35, 9:50 വരേണ്ട വണ്ടിയായിരുന്നു. ഇപ്പോൾ അറൈവൽ ഷോർട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻവെൽ അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന 40569 ലോക്കോ ഇവിടെ ഷണ്ട് ചെയ്ത് നടക്കുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത പണിയെടുക്കാൻ പോകുമായിരിക്കും. നമ്മളിവിടെ വന്ന ട്രെയിൻ ഓൾറെഡി പുറപ്പെട്ടു പോയി. കാര്യം ഞാൻ കുറച്ച് നേരം ഞാനിവിടെയുള്ള ഈ സ്ലീപ്പർ ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിനകത്ത് ഭയങ്കര ചൂട്, അതിനകത്ത് എയർ സർക്കുലേഷൻ വളരെ മോശം, ഭയങ്കര ചൂട്. ഇവിടെ പുറത്തുമില്ല, കാറ്റൊന്നുമില്ല, നല്ല ചൂടാണ്, വേർത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇക്കൊല്ലത്തെ ചൂട് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് വന്നു കയറി. 37310 ഏതാ ഷെഡെന്ന് അറിയില്ല. 37310 വാപ്പ് 7 ആണ്. കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്. ഒറിജിനലി തുടങ്ങിയപ്പോൾ കൊച്ചുവേളി ജോധ്പൂറായിരുന്നു, പിന്നെ കൊച്ചുവേളി ബിക്കാനേറായി, ഇപ്പോൾ ഫൈനലി കൊച്ചുവേളി ശ്രീ ഗംഗാനഗറായി. നല്ല തിരക്കുണ്ടായിരുന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ. സാധാരണ ഇതിൽ ഈ വണ്ടിയിൽ കറണ്ട് റിസർവേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് തിരക്കെന്ന് അറിയില്ല. അതാ നമ്മുടെ ട്രെയിൻ വരുന്നു. പതിവ് തെറ്റിക്കാതെ റോയപ്പുറത്തിൻ്റെ വാപ്പ് 7 തന്നെയാണ്, 30410. B2-ലാണെന്ന്. B2 8ാമത്തെ കോച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. P1 നമ്മുടെ കോച്ച്. B2 195,446, സീറ്റ് നമ്പർ 28 അപ്പുറത്തെ ഡോർ വഴി കയറാം. ഉള്ളിൽ കയറാം. ഐസിഎഫ് ബിൽഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി പണിത് LACC 950 SR 195,446 ഒക്ടോബർ 2019 പണിതാണ്. നമ്മൾ ജസ്റ്റ് ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുകയെന്ന് തോന്നുന്നു. പുറപ്പെടുന്ന അനൗൺസ്മെൻറ്റ് തോന്നുന്നു. നമ്മൾ അനങ്ങി തുടങ്ങിയിട്ടില്ല. രാജ്യറാണി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് വന്നു കയറുകയാണ്. WDP 4D 40241 ഗോൾഡൻ ഡ്രോപ്പിൻ്റെ. അങ്ങനെ ഫൈനലി നമ്മൾ പുറപ്പെട്ടു. സമയം ഇപ്പോൾ 11:05. നമ്മൾ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റോളം ലേറ്റാണ്. നാളത്തേക്ക് കുറച്ചൊക്കെ ഡിലേ മേക്കപ്പ് ചെയ്താൽ കൊള്ളായിരുന്നു. ഇത് രാജ്യറാണിയുടെ ലോക്കോ ചേഞ്ച് തുടങ്ങുന്നേ ഉള്ളൂ. ബൈക്കപ്പം വെച്ച് നീ ഇവൻ്റെ ഷണ്ടിയും കൂടെ തീർക്കാൻ വേണ്ടി നമ്മൾ കാത്തു നിർത്താമെന്ന് ചോദിച്ചു. ഇവിടെ അൺകപ്പിൾ ചെയ്തു, പോയിട്ടില്ല ലോക്കോ വരെ. എങ്കിൽ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഇപ്പോൾ സമയം ഏകദേശം 6:40 ആവരെ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉറങ്ങി. പാലക്കാട് സ്റ്റേഷൻ പാസ് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉറങ്ങി. നമ്മളിപ്പോൾ ജസ്റ്റ് കാട്ട്പാടി എത്തുന്നു. 1 മണിക്കൂറിന് മേലെ ഇപ്പോഴും ലേറ്റാണ് വണ്ടി.
പിന്നെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലും അറിയായിരിക്കും. ഇതാണ് തിരുവണ്ണാമലയിൽ നിന്ന് വരുന്ന ലൈന്. അതായത് വിഴുപ്പുറം തിരുവണ്ണാമലപ്പാടി ലൈനാണിത്. ഈ ലൈൻ പിന്നീട് തിരുപ്പതിയിലേക്ക് പോകും. പണ്ട് മീറ്റർ ഗേജ് ലൈനായിരുന്നു, ഇപ്പോൾ ബ്രോഡ് ഗേജ് ലൈനാണ്. ഈ ലൈൻ വഴി 1-2 പ്രാവശ്യം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് കിടക്കുന്ന വേസ്റ്റ് കണ്ടു. ഇതിൽ 99% ട്രെയിനുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ വേസ്റ്റ് തന്നെയാണ്. കാര്യം നമുക്ക് കാണാൻ പറയാം. ഇത് പാല് വരുന്ന ടെട്രാ പാക്ക്, പ്ലേറ്റ്, കപ്പ്, ഇതായിരുന്നു വിഴുപ്പുറം പോകുന്ന ലൈന്, തിരുവണ്ണാമല വഴി വിഴുപ്പുറം. അതുവഴി ഇപ്പോൾ ഒരു ട്രെയിൻ പോകാനുണ്ട് 6:45. നമ്മളപ്പോഴേക്കും കാട്ട്പാടി സ്റ്റേഷനിൽ കയറി. (38450). കിടക്കുന്നതാണ് കാട്ട്പാടി വിഴുപ്പുറം മെമു തിരുവണ്ണാമല വഴി പോകുന്ന വണ്ടി. അതിപ്പോൾ മെമു ആക്കി. പണ്ട് സാധാരണ എക്സ്പ്രസ് ട്രെയിൻ, സാധാരണ പാസഞ്ചർ ട്രെയിനായിരുന്നു. അപ്പോൾ അങ്ങനെ കാട്ട്പാടി എന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 6:47. 1 മണിക്കൂറിന് മേലെ ലേറ്റാണ്. അവിടെ 5:30 ആയിരുന്നു, 5:35 ആയിരുന്നു ഇവിടുത്തെ ടൈം.
റായ്പൂരിൻ്റെ 2 ചെക്കന്മാർ മെയിൻ ലൈൻ എത്തുന്നുണ്ട്. ഏലഗിരി എക്സ്പ്രസ് ആയിരുന്നു. അൻവാദിഖാൻപേട്ടൈ എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ സ്ലോ ഡൗൺ ചെയ്തു.
ഈ ലൈൻ വഴി കുറച്ചു കാലം മുമ്പ് നമ്മളൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. കോയമ്പത്തൂർക്കുള്ള കോവ എക്സ്പ്രസ്. നമ്മൾ ജസ്റ്റ് അരക്കോണം സ്റ്റേഷനോട് കയറുകയാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ അരക്കോണം മറ്റേ സൈഡാണ് കാണിക്കാറ്. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് കഴിഞ്ഞ് ഈ സൈഡ് കാണിക്കാറ്. ഇവിടെ ചെന്നൈ ബീച്ചിലേക്കുള്ളൊരു EMI നിൽക്കുന്നു. ഇപ്പോൾ ഇത് പുതുച്ചേരിക്കുള്ള മെമോ, തിരുപ്പതി പുതുച്ചേരി മെമോ ആണ്. ഇവിടെ ഒന്ന് റിവേഴ്സ് ചെയ്തത്. ഇതും ചെന്നൈ ബീച്ചിലോട്ടാണ്. ഇത് ഫാസ്റ്റ് EMI ആണ്. നമ്മൾ പോയിട്ട് നമ്മുടെ പുറകെ വെച്ച് പിടിക്കുകയാണ്. നമ്മൾ നരക്കോണത്തിൽ നിർത്താണ്ട് പോവുകയാണ്. വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. നമ്മൾ ഫാസ്റ്റ് ലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഒരു വാപ്പ് 4 ഹൗൾഡ് ട്രെയിനാണ്. 22244 അരക്കോണത്തിൻ്റെ. തിരുപ്പതി സപ്തഗിരി എക്സ്പ്രസ് ആണ്. ലേറ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, സമയത്തായിരിക്കും. സപ്തഗിരി എക്സ്പ്രസ്സിൽ നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ജസ്റ്റ് പുലിയമംഗലം സ്റ്റേഷനോട്ട് കയറുകയാണ്.
നേര്യമംഗലം സ്റ്റേഷനിൽ ട്വിൻ കാസിപ്പേഡ് വാഗണോൺ ഹാവിളുടെ ഒരു ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. 41352 ആണ് ലീഡ് ലോക്കോ. കുറച്ച് നേരം ഉള്ളിൽ പോയിരുന്ന ചാർജ് ചെയ്യാം, പക്ഷേ ചാർജ് ശരിക്കും വർക്ക് ചെയ്യേണ്ടതാണ്. ചാർജിങ് നടന്നില്ല, അതിൻ്റെയൊക്കെ 3 ട്രെയിനും മിസ്സായി. കോട്ട സാരില്ല, നമ്മൾ ജസ്റ്റ് അവിടെ നോക്കിട്ടു. Next train to Pattaya will arrive shortly on platform number 1. Finally, Kaliwara ഗവൺമെന്റ് പട്ടാഭിരാം വരെ ചെല്ലും അടുത്ത മെയിൻ തുടർ വണ്ടി ഇന്നും സജ്ജീകരിച്ചു ഉടൻ തടയിലേക്ക് വന്നിട്ടുണ്ട്. SR പുതുപുത്തൻ കോച്ചുകൾ അപ്പുറത്തെ സൈഡിൽ ലൂപ്പ് ലൈൻ കിടക്കുന്നുണ്ട്, സൈഡിങ് ലൈൻ കിടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ആവടി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മെയിൻ ലൈനിലോട്ട് കയറുന്നു. ആവടി കാർഷെഡാണത്. സാറിന് കഴിഞ്ഞിടയ്ക്ക് ഒരു RCFLയുടെ മെമ്മോ കിട്ടിയായിരുന്നു, അത് ഇതിനകത്ത് യാടിനകത്ത് കിടപ്പുണ്ട്.
സെക്കൻഡ് ക്ലാസ് കോച്ചിനൊക്കെ പെയിൻ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും നമുക്ക് കേരളത്തിലേക്കുള്ളതായിരിക്കും ഇത്. പഴയ കോച്ച് നമുക്കാണല്ലോ കിട്ടുക. ഇതൊരു ജനശതാബ്ദി നടക്കും. ബാക്കിലുള്ളതാണ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. നമ്മളിപ്പോൾ ജസ്റ്റ് പെരമ്പൂർ നമുക്ക് സ്റ്റോപ്പിൽ നിർത്തുമെന്നറിയില്ല. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്കുള്ള ഒരു EMU വിട്ട് പോകുന്നത്. പെരമ്പൂർ കഴിഞ്ഞ് നമ്മൾ നിർത്തിയില്ല. വ്യാസർപാടി ജീവ സ്റ്റേഷനിൽ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ് ബേസിൻ ബ്രിഡ്ജിൽ. ഈ റേക്ക് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ചെന്നൈ സെൻട്രലിൽ കയറ്റി യാത്രക്കാരെ ഇറക്കി തിരിച്ചിവിടെ ആടിക്കൊണ്ടിരണം.
ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന റേക്കാണിത്. വൈകുന്നേരം നമ്മൾ വൈകുന്നേരം ഈ ട്രെയിന് 4:20 മറ്റോ തിരിച്ചു. അപ്പോൾ കഷ്ടിച്ച് 8 മണിക്കൂറൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൽ മെയിൻ്റനൻസ് കഴിച്ച് റേക്ക് തിരിച്ചു വിടാനുള്ളതാണ്. ചറവറ ആൾക്കാർ ചാടി ഇറങ്ങും. മിക്കവാറൊക്കെ റെയിൽവേ ജീവനക്കാർ തന്നെയാണ്. ഇതാണ് ബേസിൻ ബ്രിഡ്ജിലെ കോച്ചിങ് യാർഡ്. ഇന്നിവിടെ വന്ദേ ഭാരത്തുകളൊന്നും കിടപ്പില്ല. എല്ലാം കിടപ്പുണ്ടോ നോക്കിയതാണ്. പുതിയ വന്ദേ ഭാരത് ഒരെണ്ണം കേരളത്തിലെത്തിയിട്ടുണ്ട് ഇന്നലെ. SRന് മൊത്തം 3 വന്ദേ ഭാരത് കിട്ടിയിട്ടുണ്ട് പുതിയത്. ഇവിടെ വല്ലതും ഉണ്ടോ നോക്കിയത്. ഇവിടെ ഒന്നും കാണാനില്ല. ഇനിയിപ്പോൾ നമുക്ക് എഗ്മോർ യാർഡിലും നോക്കാം. ഇതാണ് വലിയ കോച്ചിങ് ഡിപ്പോയാണ് ചെന്നൈ സെൻട്രലിലെ. ഹ്യൂജ് കോച്ചിങ് ഡിപ്പോയാണ്. അവരത് ചെന്നൈ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് മാറ്റി വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ചെന്നൈ സ്റ്റേഷനിൽ ഇഷ്ടംപോലെ സ്ഥലവും കിട്ടി. നമ്മുടെ റൂട്ട് ഇൻഡിക്കേറ്ററിൽ 3 കണ്ടത്. ലോക്കൽ ലെഫ്റ്റിലോട്ട് കയറുന്ന കാണാം. റോഡ് നമ്പർ 3 എന്ന് പറയുമ്പോൾ മിക്കവാറും പ്ലാറ്റ്ഫോം 3 or 4 ഒക്കെ ആയിരിക്കും തോന്നുന്നു. 3 ആയിരിക്കും തോന്നുന്നു. ഇവിടെയാണ് മെയിൻ ലൈനും EMU ലൈനും തമ്മിൽ വേർപിരിയുന്നത്. വേർപിരിയല്ല, ശരിക്കും അവർ സെപ്പറേറ്റഡ് തന്നെയാണ് വരുന്നത്. ഇത് EMU സ്റ്റേഷനിലേക്ക് പോകുന്നത് മാസ്, അതായത് ചെന്നൈ സെൻട്രൽ സബർബൻ സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനാണ് റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിലാണ് മെയിൻ ലൈൻ ടെർമിനസിലോട്ട് പോകുന്ന ലൈനുകൾ. അതിലൊരു വാഗ് 5 ഏതൊരു റേക്കും കൊണ്ട് വരുന്നുണ്ട്. ഷണ്ടിങ് ആണോ സർവീസ് ആണോ എന്നറിയില്ല. അരക്കോണത്തിന് വാഗ് 5 ആണ്. 23426. ഏർക്കാട് എക്സ്പ്രസ്സിന് empty റേക്കാണ്. $11,009 നമ്മുടെ റേക്കിനെ ഷണ്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ലോക്കായിരിക്കും മിക്കവാറും. കയറി ചെന്നുകൊണ്ട് അവൻ കൊണ്ടൊന്ന് കപ്പിൾ ചെയ്തിട്ട് അവൻ എടുത്തുകൊണ്ട് പോകും. നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിലേക്ക് എത്തി. ഞാൻ പോയി എൻ്റെ ലഗേജ് നോക്കട്ടെ. പ്ലാറ്റ്ഫോം നമ്പർ 3 തന്നെയാണ്. ഞാൻ പോയി എൻ്റെ ലഗേജൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. എന്നിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ 8:38 ചെന്നൈ സെൻട്രലിൽ വന്ന് കയറി. നമ്മൾ 33 മിനിറ്റ് ലേറ്റാണ്. ലാസ്റ്റ് നമ്മൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 2 ഡിപ്പാർട്ട് ചെയ്ത്. ഇനിയിപ്പോൾ 3 അറൈവ് ചെയ്തു. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ 4 ഇപ്പോൾ. അപ്പോൾ ഇതായിരുന്നു നമ്മളിങ്ങോട്ട് വന്ന വണ്ടി. മാംഗ്ലൂർ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഫ്രണ്ടിൽ കൂടെ ലോക്കോ കൂടെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങിപ്പോൾ. 30410 റോയപ്പുറമായിരുന്നു നമ്മുടെ ലോക്കോ. ഇതായിരുന്നു നമ്മുടെ ലോക്കോ 30410 റോയപ്പുറത്തിൻ്റെ. അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്ദേ ഭാരത്തിനോട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിൽക്കുന്ന അതിൽ കാണുന്നത്. നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞു. എല്ലാ പ്ലാറ്റ്ഫോമിലും ട്രെയിൻ ഉണ്ട് കേട്ടോ. എല്ലാം വാപ്പ് 7സുമാണ്. ഭയങ്കര ഒരു കോയിൻസിഡൻസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ യാത്ര ക്ലോസ് ചെയ്യുന്ന സമയം നമ്മളിപ്പോൾ റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തെത്തി. ഞാനിവിടെ വെച്ച് ഈ വീഡിയോ ക്ലോസ് ചെയ്യണം. ഞാൻ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പാർക്കിൽ പോയിട്ട് അവിടെ നിന്ന് താമ്പരത്തേക്ക് പോകും. താമ്പരമാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ.
അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്കൊക്കെ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.